الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنهم الله من فضله والله واسع عليم. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, നമ്മുടെ എല്ലാ രഹസ്യങ്ങൾക്കും സാക്ഷിയായ, നമ്മുടെ എല്ലാ സംസാരങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്ന സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കുട്ടികളെ വളർത്തുന്നതും അവരുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചപ്പോൾ ധാരാളം രക്ഷിതാക്കളുടെ പ്രതികരണങ്ങൾ കേൾക്കുകയുണ്ടായി. അതിലേറ്റവും പ്രധാനമായി രക്ഷിതാക്കൾ ആശങ്കപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് പെൺകുട്ടികൾക്ക് വിവാഹത്തോടുള്ള വിസമ്മതമാണ്. തീർച്ചയായും സാമൂഹികമായ ഒരു വിപത്തായി രൂപപ്പെട്ടു വരുന്ന ഒരു കാര്യമാണ്. പെൺകുട്ടികൾ വിവാഹം വേണ്ടെന്ന് പറയുന്ന, അല്ലെങ്കിൽ വൈകി മാത്രം മതി എന്ന് പറയുന്നത് ഒരു വലിയ ഒരു സാമൂഹിക ദുരന്തമായി തീരുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിയുടെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ അവർ നിർവഹിക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം, ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് അവരെ വിശ്വസ്തമായ മതപരമായ മതബോധമുള്ള ഒരാളുടെ കയ്യിൽ തൻ്റെ മകളെ ഏൽപ്പിച്ചു കൊടുക്കുക, വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക എന്നത് തന്നെയാണ് ഒരു രക്ഷിതാവിൻ്റെ ഏറ്റവും വലിയ ബാധ്യത. മാത്രമല്ല, ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ അള്ളാഹു രക്ഷിതാക്കളോട് കൽപ്പിച്ചിട്ടുള്ള ഒരു കൽപ്പന കൂടെയാകുന്നു അത്. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചിട്ടുള്ള ആയത്ത്, വാങ്കിഹുൽ അയാമ മിൻകും വസ്വാലിഹീന മിൻ ഇബാദിക്കും വ ഇമാഇക്കും. വാങ്കിഹു, നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. ആരെ? വിവാഹിതകളല്ലാത്ത സ്ത്രീകളെ. അതേപോലെ തന്നെ അടിമകളെയും അടിമ സ്ത്രീകളെയും നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് വിവാഹത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്ത് അവരെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുവാനുള്ള ചുമതല അവരുടെ രക്ഷാധികാരികൾക്കുണ്ട് എന്നാണ്.
ഇനി വിവാഹത്തെക്കുറിച്ചുണ്ടാകാവുന്ന ഒരാശങ്ക വിവാഹം കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെയും പ്രതിബന്ധങ്ങളെയും ഭാരങ്ങളെയും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ചാണ്. അതിന് അല്ലാഹു വിശാലമായ ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. യകൂനു ഫുഖറാഅ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലി. ഇനി അവര് ദരിദ്രരാണെങ്കിൽ അല്ലാഹു അവന്റെ കാരുണ്യത്തിൽ നിന്ന്, ഔദാര്യത്തിൽ നിന്ന് അവർക്ക് ആ വിവാഹ ജീവിതം സമ്പന്നമായി സമാധാനമായി പോകുവാൻ ആവശ്യമായിട്ടുള്ള സാമ്പത്തികമായ ഐശ്വര്യം അല്ലാഹു അവർക്ക് നൽകും. വല്ലാഹു വാസിഉൻ അലീം. അല്ലാഹു അങ്ങേയറ്റം വിശാലതയുള്ളവനും എല്ലാം അറിയുന്നവനുമാകുന്നു എന്ന് സന്തോഷ വാർത്ത അല്ലാഹു അറിയിക്കുകയും ചെയ്യുന്നു. ഇതൊരു വലിയ സാമൂഹ്യ ദുരന്തമാകും എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. ഇദാ അതാകും മൻ തർദൗന ഖുലുഖഹു വദീനഹു. സ്വഭാവവും മതവുമുള്ള ഒരാൾ നിങ്ങളെ മകളെ വന്ന് അന്വേഷിച്ചൊരു വിവാഹം ആവശ്യപ്പെടുകയാണെങ്കിൽ ഫഅൻകിഹൂഹു, നിങ്ങൾ അവരെ വിവാഹം കഴിച്ചു കൊടുക്കണം. അങ്ങനെ വിവാഹങ്ങൾ നടക്കുന്നില്ലെങ്കിലോ ഇല്ലാ തഫ്അലു, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല, വിവാഹം പ്രായപൂർത്തിയായവർ വിവാഹിതരാകുന്നില്ല, അങ്ങനത്തെ ഒരു സാമൂഹിക അന്തരീക്ഷം ഉണ്ടായിക്കഴിഞ്ഞാൽ തകുൻ ഫിത്നത്തുൻ ഫിൽ അർള് വഫസാദുൻ അരീം, അത് ഭൂമിയിൽ ഒരു കുഴപ്പമായി തീരും. വിശാലമായ ഫസാദുകൾ, ദൂരവ്യാപകമായിട്ടുള്ള ദുരന്തങ്ങൾ ആ വിവാഹം നിരാകരിക്കുന്നത് കൊണ്ടുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ബാധ്യത എന്ന നിലക്ക് നമ്മൾ ഏറ്റെടുക്കുകയും നടക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് രക്ഷിതാക്കളുടെ ശ്രദ്ധയ്ക്കും അതേപോലെ തന്നെ വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമ്മുടെ മക്കൾക്കുണ്ടാകാനും വേണ്ടി കൂടി പറയുന്ന ഒരു കാര്യമാണ്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇസ്ലാമികമായ ഒരു നിയമമാണ്. നമ്മൾ എന്തൊരു കാര്യത്തെ എടുക്കുമ്പോഴും അതിന്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഒരു കാര്യം തീരുമാനമെടുക്കുന്നതിലേറെ അങ്ങനെ ഒരു കൽപ്പന ഉണ്ടോ എന്നുള്ളതാണ്. അള്ളാഹു വിവാഹം എന്നുള്ള ഒരു കൽപ്പന പ്രായപൂർത്തിയായ ആണിനോടും പെണ്ണിനോടുമെല്ലാം വിവാഹം കഴിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ട്, കൽപ്പനയുണ്ട്. അപ്പൊ അല്ലൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇസ്ലാമിക വിധിയാണ്. അത് മുസ്ലിങ്ങൾ എല്ലാവരും അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അതാണ് ഖുർആനിൽ വഅൻകിഹുൽ അയാമ മിൻകും എന്ന് പറഞ്ഞ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞത്. മറ്റൊരു സ്ഥലത്ത് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ മാശറ ശബാബ് മനിസ്തതഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്. യുവ സമൂഹമേ, നിങ്ങൾക്ക് ശേഷിയുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വിവാഹം കഴിക്കണം എന്ന് പ്രത്യേകമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുവാക്കളെ വിളിച്ചുകൊണ്ട് കൽപ്പിക്കുന്നുമുണ്ട്. അതുപോലെ ഖുർആനിലും ഹദീസിലും വന്ന ഒരു മതപരമായ നിർദ്ദേശമാണ് എന്ന് നമ്മൾ ആലോചിക്കുന്നത്. ഒരാൾ വിവാഹം കഴിക്കാതിരുന്നാലോ, ഒരു പെൺകുട്ടി നമ്മളോട് മകള് പറയാണ് വിവാഹം കഴിക്കാതിരുന്നപ്പോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി എന്താണ് സുഹൃത്തുക്കളെ? പണ്ഡിതന്മാർ പറയുന്നത് എന്താ വെച്ചാൽ, വൈകാരികമായ വികാരമുള്ള ഒരാണിനെ സംബന്ധിച്ച്, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ വൈകാരികത നിർവഹിക്കണമെങ്കിൽ ഹലാലായ വഴി വേണ്ടത് കൊണ്ട് തന്നെ വിവാഹം നിർബന്ധമാണെന്നാണ്. അങ്ങനെയാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു എന്ത് ചെയ്യുന്നത്, ഫത്വ കൊടുത്തു. അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹറാമിലേക്ക് പോവാതെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു ഇണ വേണം. അപ്പൊ അതുകൊണ്ട് വൈകാരികമായിട്ടുള്ള താല്പര്യങ്ങളുള്ള ഏതൊരു ആണായാലും ഒരു പെണ്ണായാലും അവർക്ക് വിവാഹം ആ ഒരു കാരണം കൊണ്ട് മാത്രം നിർബന്ധമാകും. അപ്പോൾ വിവാഹം എന്നത് അനിവാര്യമായും ആണിന്റെയും പെണ്ണിന്റെയും ജീവിതത്തിൽ വേണ്ട ഒരു കാര്യമായിട്ടാണ് നമ്മോട് നിർദ്ദേശിക്കപ്പെടുകയും കൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രകൃതിപരമായ ഒരു ആവശ്യമാണ് വിവാഹം എന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യന്റെ ആവശ്യം, ഭക്ഷണം എന്നുള്ളത് ഒരു ആവശ്യമല്ലേ? ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുന്ന ആളുകൾ എന്തൊക്കെ കഴിക്കും, എന്തൊക്കെ തിന്നും? എവിടെയെങ്കിലുമൊക്കെ പീഡിപ്പിക്കാൻ വേണ്ടി ഒന്നിച്ച് താമസിപ്പിച്ച് ഭക്ഷണം കൊടുക്കാതെ മനുഷ്യ കൂട്ടങ്ങളെ താമസിപ്പിച്ച പീഡന കേന്ദ്രങ്ങളിലൊക്കെ പരസ്പരം തിന്നിരുന്നു എന്നാണ്. ഇതൊരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഭക്ഷിക്കും പറഞ്ഞാൽ മനുഷ്യന്റെ അത്രമാത്രം അനിവാര്യമായ ആവശ്യമാണെന്ത്? ഭക്ഷണം കഴിക്കാനല്ല. അത് കിട്ടിയില്ലെങ്കിൽ എന്താവും? അതേപോലെ തന്നെയാണ് മനുഷ്യന്റെ ലൈംഗികതയും. അത് മനുഷ്യനെ നിർവഹിക്കുവാൻ സൗകര്യങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അപകടങ്ങൾ സംഭവിക്കും, അബദ്ധങ്ങൾ സംഭവിക്കും. ഒരിക്കലും നമ്മൾ ചിന്തിക്ക പോലും ചെയ്യാത്ത ലൈംഗിക ആഭാസങ്ങളും അതിക്രമങ്ങളും പീഡനങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വാർത്ത നമ്മൾ കേൾക്കാനുള്ള കാരണം തന്നെ അതാ മനുഷ്യന്റെ പ്രകൃതിപരമായ ആവശ്യം നിർവഹിക്കുവാൻ ഹലാലായ വഴികളും മാർഗങ്ങളും കണ്ടെത്താത്തവരെ സംബന്ധിച്ചിടത്തോളം അപകടങ്ങൾ സംഭവിക്കും. അപ്പൊ നമ്മുടെ മകളോ നമ്മുടെ മകനോ വിവാഹം കഴിക്കാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും കേൾക്കാൻ പറ്റാത്ത അപമാനകരമായ വാർത്തകൾ, നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മതത്തെയും നമ്മുടെ ജീവിതത്തേക്ക് അപമാനിക്കുന്ന വാർത്തകൾ നമ്മുടെ മക്കളിൽ നിന്ന് നമ്മൾ കേൾക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാവുന്നതാണ്. കാരണം അത് അത്രമാത്രം അനിവാര്യമായ മനുഷ്യന്റെ പ്രകൃതിപരമായ ഒരു ആവശ്യമാണെന്നുള്ളത്. മറ്റൊന്ന്, രണ്ടാമത്തെ ഒരു കാര്യം മനസ്സമാധാനമാണ്.
അതായത് സാധാരണ വിവാഹം വേണ്ടെന്ന് പറയുന്ന സ്ത്രീകളും ഇന്ന് പറയുന്ന അവിടെ കമന്റുകളിൽ കാണാൻ പറ്റും. ഒരു പറഞ്ഞ കാര്യമാണ് എന്ത്, ഇനി അങ്ങനെ വിവാഹം വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചാലും എനിക്ക് എന്റെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ എനിക്കൊരു സുഹൃത്ത് വേണം. എന്താ പെണ്ണുങ്ങളോടായിക്കൂടെ? സ്ത്രീകളായ ആളുകൾക്ക് സ്ത്രീകളായ സുഹൃത്തുക്കൾ പോരാന്നാണ്. മനുഷ്യന്റെ മനസ്സിന് സമാധാനവും സന്തോഷവും കിട്ടണമെങ്കിൽ എന്ത് വേണം? അതൊരു സ്ത്രീക്ക് പുരുഷനോട് വേണം, പുരുഷന് സ്ത്രീയോട് പറയണം എന്നാണ്. അതോടെ ഖുർആൻ പറഞ്ഞത് വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അല്ലാഹു ഇണകളെ സൃഷ്ടിച്ചു തന്നിട്ടുണ്ട്. ലിതസ്കുനു ഇലൈഹ എന്നാണ്. അവളിലേക്ക് നിങ്ങൾ സമാധാനം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ആ സമാധാനം എന്തുകൊണ്ടാണ് ഒരു സ്ത്രീയോട് പറയുമ്പോണ്ടാകുന്നത്? ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം അത് ലോകത്ത് തുല്യതയില്ലാത്തൊരു സ്നേഹമാണ്. മറ്റൊരാളിൽ നിന്നും ആ സ്നേഹം ലഭിക്കൂല എന്നാ പറയണം. അങ്ങനെ തന്നെയാണ് ഇതിന്റെ വ്യാഖ്യാനത്തിൽ കാണാൻ പറ്റും. ഒരു പുരുഷൻ ഒരു സ്ത്രീയിൽ നിന്ന് കിട്ടുന്ന സ്നേഹം, ഒരു സ്ത്രീക്ക് ഒരു പുരുഷനിൽ നിന്ന് കിട്ടുന്ന സ്നേഹം വേറെ ആർക്കും തരാൻ പറ്റൂല. അപ്പൊ അതിനൊരു പുരുഷൻ തന്നെ വേണം. അപ്പൊ വിഹിതമായ നിലക്ക് വിവാഹത്തിലൂടെ ഒരു പുരുഷനെ ലഭ്യമല്ലെങ്കിൽ അവിഹിതമായ ബന്ധത്തിലൂടെ അത് വർത്താനം പറയാൻ ഒരു പുരുഷനെ ഒരു സ്ത്രീ കണ്ടെത്തും. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അതാണ് പ്രായപൂർത്തിയായിട്ടും വിവാഹം നടക്കാത്ത കേസുകൾ എന്തുണ്ടാവുന്നത്? അവർ അവിഹിതങ്ങളിലേക്ക് പോകുന്നത്. വിശുദ്ധമല്ലാത്ത ബന്ധങ്ങൾ ഉണ്ടാകാൻ കാരണം അതൊരു മനുഷ്യന്റെ പ്രകൃതിപരമായ ആവശ്യമാണ്. മനുഷ്യന് സമാധാനവും സന്തോഷവും കിട്ടണമെങ്കിൽ. മറ്റൊന്ന് സുരക്ഷയാണ് സുഹൃത്തുക്കളെ, സുരക്ഷിതത്വമാണ്. നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ ഒരു ഡിസബിലിറ്റി ഉള്ള ഒരു എന്തെങ്കിലുമൊക്കെ ശാരീരിക വൈകല്യങ്ങളുള്ള ഒരു കുട്ടിയാണ് നമുക്കുള്ളതെങ്കിൽ ആ കുട്ടിന്റെ കാര്യത്തിൽ നമ്മൾ മരിച്ചു പോകുമ്പോൾ ആ കുട്ടിനെ ആര് നോക്കും, എന്താവും നമ്മൾ ചിന്തിക്കൂലേ? നമ്മുടെ മക്കളെ കുറിച്ചുള്ള നമ്മുടെ ഏറ്റവും വലിയ വേവലാതി അവരുടെ സുരക്ഷയാണ്. നമ്മുടെ കാലശേഷം അവർക്ക് പട്ടിണി അടക്കേണ്ടി വരുമോ, അവർ കഷ്ടപ്പെടേണ്ടി വരുമോ, അവർക്ക് ജോലി ഇല്ലാതെ വരുമോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും അധികം ഭയപ്പെടേണ്ടത് അവളെ സംരക്ഷിക്കാൻ ഒരു സംരക്ഷകൻ ഉണ്ടാവുക എന്നുള്ളതാണ്. ഏത് സന്ദർഭത്തിലാണെങ്കിലും ഒരു സ്ത്രീക്ക് ഒരു ഗാർഡിയൻ ഉണ്ടാവും, ഒരു സംരക്ഷകൻ ഉണ്ടാവും. മനസ്സിലായി? ചോദിക്കാൻ ഒരാളുണ്ടാവും. അതാണ് ഒന്നാമത്തെ ഘട്ടത്തിൽ പിതാവ് ഉണ്ടാവും, പിന്നെ ഭർത്താവ് ഉണ്ടാവും. ഇനി ഭർത്താവും പിതാവും ഇല്ലെങ്കിൽ ഏറ്റവും രക്തബന്ധമുള്ള ഒരു ആങ്ങളെയെങ്കിലും അവൾക്കൊരു വലിയായി ഒരു രക്ഷകർത്താവായിട്ട് ഉണ്ടാവുന്നതാണ്. എവിടെ ഒരു സ്ത്രീക്ക് രക്ഷകർത്താവില്ലയോ അവിടെ ആ സ്ത്രീ ചൂഷണം ചെയ്യപ്പെടും, ഉപദ്രവിക്കപ്പെടുമെന്നാണ്. മനസ്സിലായി? ഭർത്താവോടൊപ്പം ജീവിക്കുന്ന ഒരു സ്ത്രീ നാളെ വിധവയാണെന്ന് അറിഞ്ഞാൽ അത് അവളുടെ സുരക്ഷിതത്വത്തിന് പ്രശ്നമുണ്ട്. ഒരു ഭർത്താവില്ലാതെയാണ് അവൾ ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ അവസ്ഥ തന്നെ അവളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായ ഒരു സാഹചര്യം ഉണ്ടാവുന്നതാണ്. മാത്രമല്ല ഒരു സ്ത്രീക്ക് എപ്പോഴും ഒരു പുരുഷൻ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഒരു പുരുഷൻ ഇല്ലെങ്കിൽ അവൾ മറ്റു പുരുഷന്മാരെ ആശ്രയിക്കേണ്ടി വരും. അതെവിടെയും അങ്ങനെയാണ്. ഒന്നില്ലെങ്കിൽ അയൽവാസി ആശ്രയിക്കേണ്ടി വരും, അതല്ലെങ്കിൽ തന്നെ എപ്പോഴും കൊണ്ടുപോയി വിടാനുള്ള ഒരു ഡ്രൈവർ ആശ്രയിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരാളെ, ഒരു കുടുംബ സുഹൃത്തിനെയോ ബന്ധുവിനെയോ ആരെങ്കിലും ആശ്രയിക്കും. അത്തരം ആശ്രയത്വങ്ങളും അത്തരം ബന്ധങ്ങളും അവിടെ ജീവിതത്തിന്റെയും അപകടപ്പെടുത്തും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല തുസാഫിറുൽ മർഅ ഇല്ലാ മഅദി മഹറം. ഒരു മഹറമില്ലാതെ, ഒരു വിവാഹം നിഷിദ്ധമാക്കപ്പെട്ട ഒരാൾ, ആങ്ങളെയോ പിതാവോ ഭർത്താവ് ആരെങ്കിലും ഒരാൾ കൂടല്ലാതെ ഒരു സ്ത്രീയും യാത്ര ചെയ്യാൻ പാടില്ല. വല യുദ്ഹലു അലൈഹ ഇല്ല വമഅഹ മുഹറം. ഒരു പെണ്ണിന്റെ അടുക്കൽ നിങ്ങൾ പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങളെ കൂടെ അവളുടെ മഹറമായ ഒരാളും കൂടെ ഉണ്ടാവണം. അല്ലാതെ ഒരു അന്യ സ്ത്രീയുടെ അടുക്കൽ ഒരു അന്യ പുരുഷൻ കയറി ചെല്ലാൻ പാടില്ല എന്നാണ്. അപ്പൊ ഒരാൾ ചോദിച്ചു നബിയോട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, ഇന്നി ഉരീദു അൻ അഖ്റുജ ഫീ ജയ്ശി, ഞാനൊരു സൈന്യത്തിൽ പുറപ്പെടാൻ വേണ്ടി, ഒരു യുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോ വംറഅതി തുരീദുൽ ഹജ്ജ്, എന്റെ ഭാര്യയാണെങ്കിൽ ഹജ്ജിന് പോകാനും നിൽക്കുകയാണ്. ഞാനൊരു യുദ്ധത്തിന് പോകാൻ നിൽക്കുകയാണ്, എന്റെ ഭാര്യ ഹജ്ജിന് പോകാനും നിൽക്കുകയാണ്. അപ്പൊ നബി പറഞ്ഞു ഉഖ്റുജ് മഅഹ, നീ എന്ത് ചെയ്യാ, ഭാര്യന്റെ കൂടെ പോയിക്കോ, യുദ്ധത്തിന് പോകണ്ട, നീ ഭാര്യക്ക് തുണയായി ഹജ്ജിന് അവളെ കൂടെ പോകൂ എന്നാണ് നബി സ്വല്ലല്ലാഹു നിർദ്ദേശിച്ചത്. ഒരു സ്ത്രീയുടെ കൂടെ എപ്പോഴും ഒരു പുരുഷൻ വേണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ സുഹൃത്തുക്കളെ, നമ്മൾ മരിച്ചു പോകുന്നതിന് മുമ്പ് നമ്മുടെ മക്കളെ ഏറ്റവും വിശ്വസ്തമായ ഒരു കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുക എന്നതിനേക്കാളും വലിയ ദൗത്യം എന്താണ്? അവർ 6 വയസ്സായപ്പോ ഏത് സ്കൂൾ ചേർക്കണം നമ്മൾ ആലോചിച്ചില്ലേ? എന്ത് പ്രൊഫഷൻ അവർക്ക് വേണമെന്ന് ആലോചിച്ചില്ലേ? എന്ത് ജോലി വേണമെന്ന് ആലോചിച്ചില്ലേ? ഇതൊക്കെ ആലോചിക്കുന്ന മാതാപിതാക്കൾ അവൾക്ക് നല്ലൊരു ഭർത്താവ് വേണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ ഉത്തരവാദിത്തമില്ലാത്ത രക്ഷിതാക്കളായി മാറും. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഏറ്റവും അധികം ശ്രദ്ധയും സൂക്ഷ്മതയും വേണ്ട ഒരു കാര്യം അതാണ്. പിന്നെ എന്തിനാണ് വിവാഹം എന്ന ചോദ്യത്തിന്റെ മറ്റൊരർത്ഥം മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പ് അങ്ങനെയാണ്. കുട്ടികളും മക്കളൊക്കെ നമ്മളെ കുടുംബത്തിൽ വേണം സുഹൃത്തുക്കളെ. നമുക്ക് പേരമക്കളും മക്കളും ഒക്കെ ആയിട്ട് നമ്മളെ കുടുംബത്തിൽ ധാരാളം മക്കൾ വേണം. നമ്മുടെ സമൂഹത്തിനത് വേണം, സമുദായത്തിന് വേണം, നാടിനത് വേണം. പുതിയ തലമുറകളില്ലാത്ത നാടുകളൊക്കെ ആശങ്കയിലാണ്. പുതിയ തലമുറകളും യുവാക്കളും കുട്ടികളുടെയും എണ്ണം കുറഞ്ഞു വരുമ്പോൾ രാജ്യങ്ങളും നാടുകളും രാഷ്ട്രങ്ങളും ഒക്കെ എന്താണ്, ആശങ്കയിലാണ്.
അള്ളാഹു വിശുദ്ധ ഖുർആൻ പറഞ്ഞതന്നെ അതല്ലേ? എന്താണ്? യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ് വഖലഖ മിൻഹാ സൗജഹാ വബത്ത മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഇണകളെ സൃഷ്ടിച്ചിട്ട് ഈ ഭൂമിയിൽ മുഴുവനും വിശാലമായിട്ട് എന്ത് ചെയ്തു? പുരുഷന്മാരെയും സ്ത്രീകളെയൊക്കെ മക്കളായി തലമുറകളായി പെറ്റുപെരുകി ഉണ്ടാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നു. അത് അള്ളാഹുവിന്റെ പ്രകൃതിപരമായി അള്ളാഹുവിടെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു പ്രക്രിയയാണ്. തസവ്വജു അൽ വലൂദ് അൽ വദൂദ്. ധാരാളമായി പ്രസവിക്കുന്ന നന്നായി സ്നേഹമുള്ളവളെ നിങ്ങൾ വിവാഹം കഴിക്കൂ എന്നാണ്. അപ്പൊ ഇനി മുക്കാത്തിറും ബിക്കുമുൽ ഉമം. നാളെ ഞാൻ മറ്റു സമുദായങ്ങൾക്ക് മുമ്പിൽ ഞാൻ എന്ത് ചെയ്യും? പെരുമ നടിക്കും. എനിക്ക് ധാരാളം അനുയായികളുണ്ട് എന്ന് ഞാൻ ഖിയാമത്ത് നാളിൽ പെരുമ നടിക്കുന്ന ധാരാളം ആളുകൾ ഈ സമുദായത്തിൽ ഉണ്ടാകണമെന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചൊരു കാര്യമാണെന്നാണ്. അത് മാത്രമല്ല സുഹൃത്തുക്കളെ, ഏറ്റവും പ്രധാനം വിവാഹം കഴിച്ചവർക്കും വിവാഹം കഴിക്കാൻ പോകുന്നവരൊക്കെ മനസ്സിലാക്കേണ്ടത് വിവാഹത്തിലൂടെ സാധ്യമാകുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്തിയോടെ സൂക്ഷ്മതയോടെ ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ്. നമ്മൾ എന്തൊക്കെ നന്മകൾ ചെയ്താലും എത്രയൊക്കെ നമ്മൾ ഭക്തിയും ആരാധനയും ഒക്കെ നിർവഹിച്ചാലും സുഹൃത്തുക്കളെ, മനുഷ്യന്റെ വികാര നിർവഹണങ്ങൾ നടക്കുന്നില്ലെങ്കിൽ എന്താണ്? ദുഷിച്ച ചിന്തകളും ദുഷിച്ച പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും. ലൈംഗിക വൈകൃതങ്ങൾ കടന്നുപോകും. അത് ചിലപ്പോൾ എന്തെങ്കിലും വേണ്ടാത്തരങ്ങൾ കാണലാകാം, നോക്കലാകാം, ചിന്തിക്കലാകാം. ഇത് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ? നമ്മൾ അസ്വസ്ഥരായിരിക്കും. ഒരു ഹറാമ് ചെയ്യണതിന്റെ ഒരു ബേജാറും ഒരു വിഷമവും ഒരു ഭയവും നമ്മുടെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. വലിയ വലിയ അബദ്ധങ്ങൾ മനുഷ്യന് സംഭവിക്കും. അവിടെ അള്ളാഹ് പറഞ്ഞ കുല്ലിൽ മുഅ്മിനീന യഗ്ളുളൂ മിൻ അബ്സാരിഹിം, കണ്ണുകളെ താഴ്ത്തണം എന്നത് വിശ്വാസികളോട് പറയണം എന്നാണ്. വയഹ്ഫളൂ ഫുറൂജഹും, ഗൃഹസ്ഥാനങ്ങളെ സൂക്ഷിക്കണം. ദാലിക അസ്കാ ലഹും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും പരിശുദ്ധമായത്. നിങ്ങളുടെ സംശുദ്ധിക്കും പരിശുദ്ധിക്കും ഏറ്റവും നല്ലത് നിങ്ങൾക്ക് വിശുദ്ധരായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരം വേണ്ടാത്തരങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തണം എന്നാണ്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, നിങ്ങൾ എന്ത് ചെയ്താലും അതൊക്കെ അള്ളാഹു കാണുകയും സൂക്ഷ്മമായി അറിയുകയും ചെയ്യുമെന്നാണ്. അപ്പോ കണ്ണുകളെ സൂക്ഷിക്കാനും സൂക്ഷ്മതയോടെ ജീവിക്കാനും ആണിനും പെണ്ണിനും പറ്റണമെങ്കിൽ എന്തിനും വിവാഹം വിജയിക്കണം. വിവാഹം കഴിച്ചാൽ മാത്രം പോരാ, വിജയകരമായൊരു ദാമ്പത്യം സാധ്യമാകുമ്പോഴേ മനുഷ്യന് അസ്വസ്ഥതകളില്ലാതെ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ എന്നാണ്. പിന്നെ ആശങ്കകളാണ്. അതാണ് പെൺകുട്ടികൾക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, വിവാഹം കഴിച്ചാൽ എന്താകും എന്നുള്ള ആശങ്കയാണ്. ഒന്ന്, വിവാഹം ഒരു ഭാരമാണെന്ന്. ഒരു പെൺകുട്ടിക്ക് വിവാഹം ഭാരമാണ് സുഹൃത്തുക്കളെ, ആണിനാണ് വിവാഹം ഭാരം. ഒരു വിവാഹം കഴിക്കുന്ന പുരുഷൻ വിശ്വസ്തനും മതമുള്ളവരുമാണെങ്കിൽ ആ പെണ്ണിന് പിന്നെ ഒരു ഉത്തരവാദിത്വം ഇല്ല, എല്ലാം അയാൾ ഏറ്റെടുത്തു. അങ്ങനെ തന്നെയാണ് ഖുർആൻ പറഞ്ഞത്, റിജാലു ഖവ്വാമൂന അലൻ നിസാ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ എല്ലാ കാര്യവും പുരുഷന്മാർ, അതിനുള്ള എല്ലാ പണവും. അവൾക്കൊരു വസ്ത്രത്തെക്കുറിച്ചോ ഭക്ഷണത്തെക്കുറിച്ചോ ഒന്നും ബേജാറാകാറില്ല. അമ്പക്കും പിന്നെ അമ്പാലിക്കുന്നതാണ്, എല്ലാം പുരുഷൻ കൊടുത്തോളം എന്നാണ്. അത് നിർബന്ധമാണ്. അത് അവൾക്ക് അവകാശപൂർവം ചോദിച്ചു വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പൊ അതൊരു തെറ്റായ ചിന്തയാണ്. ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും ഒരു വാപ്പ എങ്ങനെ സംരക്ഷിക്കുന്നുവോ അതിലേറെ സന്തോഷത്തോടെയും ഇഷ്ടത്തോടുകൂടെയും ഒരു ഭർത്താവ് സംരക്ഷിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു ഭാരമല്ല. പിന്നെ പ്രസവവും കുട്ടികളെ വളർത്തലും ഒക്കെയാണ്. ഇതൊക്കെ നമ്മുടെ ഉമ്മമാര് നമ്മുടെ പെമ്മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഏറ്റവും ആസ്വാദകരമായ ഒരു പ്രവൃത്തിയാണ് എന്ത്? ഈ ഗർഭവും പ്രസവവും കുട്ടികളെ വളർത്തുന്ന. ഒരു കുട്ടിയില്ലാത്തൊരു സ്ത്രീനോട് ചോദിച്ചാൽ മതി ആ ജീവിതത്തിന്റെ അപൂർണത. ഒരു മനുഷ്യന്റെ എല്ലാ പ്രതീക്ഷയും അവന്റെ കുടുംബാണ്. നമ്മുടെ കുട്ടികളെ പ്രസവിക്കുന്നതും അവർ വളരുന്നതും അവരെ സ്കൂളിൽ ചേർക്കുന്നതും അവർ ജോലി വരുന്നതും അവരുടെ വലിയ വലിയ ഡിഗ്രികൾ നേടുന്നതും അവർ വിവാഹിതരാകുന്നതും അവർക്ക് മക്കളുണ്ടാകണം. ഇതൊന്നുമില്ല പിന്നെ ജീവിതത്തിന് എന്താ അർത്ഥമുള്ളത്? ഇതൊന്നുമില്ലെങ്കിൽ ജീവിതത്തിന് അർത്ഥമില്ല സുഹൃത്തുക്കളെ. ജീവിതത്തിന്റെ അർത്ഥം പൂർണ്ണമാകും. അതാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത്. നമ്മുടെ ഇണകളിൽ നിന്ന് ഖുറത്ത ആയുൻ, കൺകുളിർമ വേണമെന്ന് ആ മക്കളിൽ നിന്ന് കിട്ടുന്ന സന്തോഷമാണ് ജീവിതത്തിന് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഇതൊന്നും വേണ്ടാന്നപ്പോ പറയണത് പുതിയ തലമുറ. അതൊന്നും വേണ്ട പറഞ്ഞാൽ ജീവിതത്തിന് അർത്ഥമില്ല. അപ്പൊ ഒരു സമയത്ത് നമുക്ക് തോന്നും, ഒരു 6 വയസ്സാകുമ്പോൾ പിന്നെ ടോയ്സ് ഒക്കെ എടുത്ത് കളിക്കോപ്പൊക്കെ എടുത്ത് കളിക്കേണ്ട ഒരു കുട്ടിനോട് സ്കൂൾ ചേർക്കാന്ന് പറയുമ്പോൾ ഓൻ എന്ത് ചെയ്യും? സ്കൂൾ പോകണ്ട, കാരണം അവൻ ആ കളിയായിരിക്കും ഇഷ്ടം. അതേപോലെ ഒരു പ്രത്യേക പ്രായത്തിൽ നമ്മുടെ പെൺകുട്ടികൾ പറയും, ഈ സ്വാതന്ത്ര്യം, ഈ കോളേജിൽ പോണതും ഈ പുറത്തിറങ്ങുന്നതും ചായ കുടിക്കണമൊക്കെ ഉള്ള സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെടും വിവാഹം കഴിച്ചാൽ എന്നവർ ആ സമയത്ത് പറയുന്നൊരു വർത്തമാനം മാത്രമാണ്. പക്ഷെ കുറച്ചൊരു പ്രായം മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും, എന്റെ ജീവിതം, ആ തീരുമാനമാണ് എന്റെ ജീവിതത്തെ ഏറ്റവും വലിയ അപകടത്തിലേക്ക് നയിച്ചത് എന്ന് അവർക്ക് പിന്നീട് മനസ്സിലാവുന്നു. പിന്നെ ഭർത്തൃ വീട്ടിലെ പ്രയാസങ്ങളാണ്, അതൊരു താൽക്കാലികം മാത്രമാണ്. അതായത് ഭർത്താവിന്റെ വീട്ടിൽ നമ്മൾ താമസിക്കുന്നു എന്നുള്ളത്
ഭർത്താവിനോടൊപ്പം താമസിക്കാൻ വേണ്ടിയുള്ള ഒരു താൽക്കാലിക താമസം മാത്രമാണ്. അത് സ്വാഭാവികമായി നമ്മൾ താമസിക്കുന്നത് ഭർത്താവിന്റെ കൂടെയാണ്. ആ ഭർത്താവിന്റെ സംരക്ഷണത്തിലാണ് മാതാപിതാക്കളും എല്ലാവരും ജീവിക്കുന്നത്. പിന്നീട് അങ്ങനെയാണ്. സ്വാഭാവികമായും നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമാണ് അവിടുത്തെ മാതാപിതാക്കൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരെയൊക്കെ സഹകരിപ്പിച്ച് നമ്മുടെ കൂടെ ജീവിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കണം. ചിലപ്പോൾ ചില സഹോദരിമാർ പറയും, വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭർത്താവ് എന്ത് സ്വഭാവക്കാരാണെന്ന് നമുക്ക് അറിയില്ലല്ലോ, പിന്നെ അയാൾ നല്ലൊരാളല്ലെങ്കിൽ പിന്നെ ജീവിതം ദുരിതത്തിലായില്ലേ. അങ്ങനൊന്നില്ല സുഹൃത്തുക്കളെ. ഒന്നാമത്തെ ഒരു കാര്യം, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ഇഷ്ടത്തോടുകൂടെ വിവാഹം കഴിക്കുന്നതോടുകൂടെ ആ സ്ത്രീക്ക് വേണ്ടി ജീവിക്കുന്ന പോലെയാണ് അവൻ ജീവിക്കുന്നത്. അത്രമാത്രം സ്നേഹത്തിലും സംരക്ഷിച്ചത്. ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് അവനെ വേണ്ടെന്ന് വെക്കാനുള്ള അധികാരം അവൾക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ അവളെ വേണ്ടെന്ന് വെക്കാൻ അവനും സ്വാതന്ത്ര്യം. എന്നും ജീവിച്ച് വിവാഹം കഴിഞ്ഞാൽ പിന്നെ പിരിയാൻ പറ്റില്ല എന്നൊന്നുമില്ല. വിവാഹം കഴിഞ്ഞാൽ തനിക്ക് വിജയകരമായൊരു ദാമ്പത്യമല്ലാൻ തോന്നുമ്പോൾ അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ വിവാഹം സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഒരു പെണ്ണ് കഴിക്കേണ്ടത്. അവൾക്ക് ഇഷ്ടമുള്ള ഭർത്താവിന്, ഇഷ്ടമുള്ള വരനെ തെരഞ്ഞെടുക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, വിവാഹത്തിനുള്ളൊരു മനസ്സ് നമ്മുടെ മക്കൾക്കുണ്ടാവാൻ നമ്മൾ പരിശ്രമിക്കണം. അതെങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, അതൊരു മനോഹരമായ ജീവിതമാണെന്ന് നമ്മുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കണം. നമ്മളെ കൂടല്ലേ നമ്മുടെ പെൺകുട്ടികളെ ജീവിക്കുന്നത്. അപ്പൊ ആ പെൺകുട്ടിക്ക് മനസ്സിലാവണത്, വാപ്പ ഉമ്മനോട് പെരുമാറുന്ന പോലെ, ഉമ്മക്ക് വാപ്പനെ കിട്ടിയതുപോലെ എനിക്കൊരാൾ വേണം എന്നാഗ്രഹിക്കത്തക്ക വിധത്തിലുള്ള ആകർഷണീയമായ മാതൃകാപരമായ ജീവിതം നമ്മുടെ വീടുകളിൽ വേണം. എന്നെന്താ അറിയാം, മൊത്തത്തിൽ എല്ലായിടത്തും ബഹളങ്ങളും കോലാഹലങ്ങളുമാണ്. ഇത് കാണുന്ന മക്കൾ ഒരു വിവാഹത്തെ ഭീകരമായി കാണുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? അതുകൊണ്ട് അങ്ങനെ വേണമെന്ന് ആലോചിക്കണം. നിങ്ങൾ ഡോക്ടറാണെങ്കിൽ എന്താ നിങ്ങളുടെ മക്കൾ ഡോക്ടറാകണം എന്ന് ആഗ്രഹിക്കാൻ കാരണം? നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ മക്കൾ അധ്യാപകനാകണം എന്നെന്തി ആഗ്രഹിച്ചു? നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളുടെ മക്കൾ ബിസിനസ്സുകാരൻ. അത് നിങ്ങളുടെ രാപ്പകൽ കാണുന്ന കുട്ടിയുടെ മനസ്സിൽ നിങ്ങളൊരു ആഗ്രഹം ജനിപ്പിക്കുന്നുണ്ട്. നിങ്ങളൊരു ഭാര്യയും ഭർത്താവുമായി വർഷങ്ങളോളം ആ മക്കൾക്ക് മുന്നിൽ ജീവിച്ചിട്ടും ഒരു വിവാഹം കഴിക്കണമെന്ന് ആ കുട്ടിക്കൊരു തോന്നലുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ദാമ്പത്യം പരാജയമാണെന്നാണ് അതിന്റെ അർത്ഥം. യാതൊരു സംശയക്കാരിൽ വേണ്ട. ഒരുപക്ഷെ ആ കുട്ടി വിവാഹം വേണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണക്കാർ നമ്മൾ മാതാപിതാക്കൾ തന്നെയാവാം എന്നതാണ് വസ്തുത. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് അള്ളാഹ് നമ്മളെ ചുമതലപ്പെടുത്തിയൊരു കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് പുതിയ തലമുറകൾ അങ്ങനെ ഞാൻ പഠിക്കട്ടെ, ഞാൻ ഡിഗ്രി കഴിയട്ടെ, PG കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് അവസാനം വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് മാതാപിതാക്കളെ നിരാശപ്പെടുത്തുന്ന ഏറ്റവും ഭയാനകമായ ചില സന്ദർഭങ്ങൾ ഇന്ന് കുടുംബങ്ങളിൽ സംഭവിക്കുന്നുള്ള യാഥാർത്ഥ്യമാണ്. നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. നല്ല ഒരു ഭാവി നമ്മുടെ മക്കൾക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തുയ്യിബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടും. സഹോദരങ്ങളെ, വിവാഹത്തിന്റെ കാര്യം പറയുമ്പോൾ ഇതിന്റെ അന്വേഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വിവാഹാന്വേഷണം എന്നതിനെ നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. വിവാഹാന്വേഷണം എന്നുള്ളത് എപ്പോഴെങ്കിലും വിവാഹം കഴിക്കണം, അടുത്തൊരു മാസം വിവാഹം നടത്തണം എന്ന് വിചാരിച്ച് ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ എടുക്കേണ്ട തീരുമാനമല്ല. നമ്മുടെ മക്കൾക്ക് ആണായാലും പെണ്ണായാലും പ്രായപൂർത്തിയായി വരുമ്പോൾ അവർക്ക് അന്വേഷണങ്ങൾ സ്വാഭാവികമായി വരും. ആ അന്വേഷണങ്ങളെ നമ്മൾ ഒരിക്കലും തടസ്സപ്പെടുത്തരുത്. അവിടെ ഒപ്പം കല്യാണം കഴിച്ചു കൊടുക്കണില്ല, കെട്ടിക്കിടില്ല എന്നൊന്നും നമ്മൾ പറയരുത്. കാരണം യോജിച്ച ഒരാളെ കിട്ടുക എന്നുള്ളത് ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ നടക്കുന്ന ഒരു പ്രക്രിയയല്ല. അതുകൊണ്ട് നല്ല അന്വേഷണങ്ങളെ നമ്മൾ അനുഭാവപൂർവ്വം പ്രോത്സാഹിപ്പിക്കും. പറ്റുമെങ്കിലേ നടത്തുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. മറ്റൊരു കാര്യം, വിവാഹം എന്നുള്ളത് എല്ലാ നിലക്കും അന്വേഷണങ്ങൾ പൂർത്തിയായി രണ്ടുപേരും പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ടാൽ നടക്കും എന്ന് നമുക്ക് ഉറപ്പാകുന്ന സന്ദർഭത്തിലാണ് പരസ്പരം കാണാൻ അവസരമുണ്ടാക്കേണ്ടത്. ഒരു അന്വേഷണം വരുമ്പോഴേക്കിന് കാണുകയല്ല വേണം. എല്ലാ നിലക്കും നമ്മൾ കുടുംബപരമായും വ്യക്തിപരമായും വയസ്സുകൊണ്ടും മതം കൊണ്ടും എല്ലാം യോജിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ആ സമയത്ത് ഇനി കണ്ട് രണ്ടാളും ഇഷ്ടാന്ന് പറഞ്ഞാൽ നടക്കും. ആ ഘട്ടത്തിലാണ് കാണിക്കേണ്ടത്. അല്ലാതെ കാണിക്കുന്നത് കൊണ്ട് പല ബുദ്ധിമുട്ടുകളുമുണ്ട്, പല പ്രയാസങ്ങളുമുണ്ട്. അങ്ങനെ നമ്മൾ ഒരു വിവാഹം എന്നത് ഒരു നിമിഷം കൊണ്ട് നടത്തേണ്ട കാര്യമല്ല. ഒരു സമയമെടുത്തുകൊണ്ട് ഒരു സാവകാശം എടുത്തുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം.
പിന്നെ മറ്റൊരു കാര്യം, അന്വേഷണങ്ങളിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഫൽഫർ ബിദാത്തിദ്ദീനാണ്, മതബോധമാണ്. മറ്റെന്തുണ്ടെങ്കിലും മതപരമായ ബോധമില്ലാത്ത ഒരാളുടെ കയ്യിൽ നമ്മുടെ മക്കൾ എത്തിയാൽ അത് അവർക്ക് വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ കഴിഞ്ഞ ദിവസം കൂടെ എന്താണ്, മതപരമായ ഒരു നിസ്കാരം, ഒരു പരിപാടി ഇല്ലാത്തൊരു ഭർത്താവിന്റെ കൂടെ വർഷങ്ങളോളം ജീവിച്ചൊരു സ്ത്രീ എന്താണ് തീരുമാനിക്കണം, ഇനി അതിനെ കൂടെ ജീവിക്കാൻ കഴിയൂല. കാരണം മതമില്ലാത്ത, ദീനില്ലാത്ത ഒരാളെ കൂടെ എത്ര കാലം ജീവിച്ചാലും അത് നമുക്ക് തൽക്കാലം യോജിച്ചു പോകാമെന്ന് തീരുമാനിക്കാൻ കഴിയൂല. അതുകൊണ്ട് മതമുണ്ടോ എന്നുള്ളത്, ദീനുണ്ടോ എന്നുള്ളത് നമ്മുടെ പെൺകുട്ടികളെ കല്യാണം കഴിക്കുമ്പോഴും ആൺകുട്ടികൾ വിവാഹം കഴിക്കുമ്പോഴൊക്കെ നമ്മൾ പരമപ്രധാനം കൊടുക്കണം. തെരിബത്ത് യഥാ, കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നാലും അതാണ് നല്ലത് എന്ന് അള്ളാഹു റസൂൽ നിർദ്ദേശിക്കുമ്പോൾ അതിനെന്നെ നമ്മൾ മുൻഗണന കൊടുക്കണം. ദീന്റെ കാര്യങ്ങൾക്കാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. ഇസ്ലാമികമായ മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കണം വിവാഹത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അതിന്റെ അന്വേഷണങ്ങൾ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അത്തരത്തിൽ നല്ല ഒരു ദാമ്പത്യം നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ വന്നുപോയ തെറ്റുകളെ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. 2 പ്രായമായ ആളുകൾ രോഗികളാണ്, അത്യാസന്ന നിലയിലാണെന്ന് അവിടെ മക്കളും ബന്ധുക്കളും അറിയിച്ചിട്ട് അള്ളാഹു അവരുടെ രോഗങ്ങൾ സുഖപ്പെടുത്തി കൊടുക്കുകയും ആശ്വാസകരമായ ഒരു രോഗശാന്തി അള്ളാഹു എന്നീ അവർക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യണം. അതേപോലെ തന്നെ അടുത്ത ദിവസങ്ങളിൽ മരണപ്പെട്ട ഒരു കുട്ടിയുടെ രക്ഷിതാക്കൾ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിച്ച് അള്ളാഹു അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ഖബർ വിശാലമാക്കി കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. اللهم صل